നിർത്തിയിട്ടില്ലേ അല്ലെങ്കിൽ വിളിച്ചു എന്റെ വീട്ടിൽ വന്നിട്ട് എന്റെ ഭാര്യയോട് ഫാൻ ഇടാൻ പാടില്ല ലൈറ്റ് ഇടാൻ പാടില്ല എന്നൊക്കെ പറയാൻ അവരാരാണ്? ആരുടെയോ വീട്ടിൽ പോയിട്ട് ഫാനും ലൈറ്റ് സ്വിച്ച് ഓഫ് ആക്കാൻ മാത്രം പറഞ്ഞാൽ എനിക്ക് മനസ്സിലായത്. വേറെ ഒന്നും എനിക്ക് അറിയാൻ പാടില്ല. ഹലോ ഗൈസ്, അങ്ങനെ നമ്മുടെ ഉപ്പും മുളകിലും മൊത്തം വയ്യാവേലിയാണ് ഗൈസ് നമ്മുടെ സിദ്ധുവിന്റെ അച്ഛൻ ചെന്നിട്ട് അടുത്ത വീട്ടിലെ പെണ്ണുങ്ങളോടൊക്കെ പോയിട്ട് ഫാൻ ഇടരുത്, ലൈറ്റ് ഇടരുത്, മോട്ടർ ഇടരുത്, മിക്സി ഇടരുത് എന്നൊക്കെ പറഞ്ഞ് മൊട്ടൻ ഉപദേശവും അതും ഇതൊക്കെ ഓഫ് ചെയ്യിക്കുകയും ചെയ്യും കേട്ടോ. അപ്പൊ ചിലവരുടെ ഭർത്താക്കന്മാരൊക്കെ വന്നിട്ട് നമ്മുടെ പാറമണ വീട്ടിൽ വന്ന മുട്ട പ്രശ്നമാണ്, എന്റെ ഭാര്യയുടെ അടുത്ത് ലൈറ്റ് ഇടരുത്, ഫാൻ ഇടരുത് എന്നൊക്കെ പറയാം, നീ ആരാണോ എന്നൊക്കെ പറഞ്ഞിട്ട് എന്റെ പൊന്നോ മൊട്ടം കലിപ്പോട് കലിപ്പ്. ലാസ്റ്റ് ഇവരൊക്കെ കൂടി നമ്മുടെ ലച്ചുവും കേശും എല്ലാവരും കൂടെ ഭയങ്കരമായിട്ട് സമാധാനിപ്പിക്കുന്നുണ്ട്. അപ്പൊ അതിനിടയിൽ നമ്മുടെ സിദ്ധുവിന്റെ അച്ഛൻ ആ പെണ്ണുമ്പോൾ ഇപ്പോഴും അവിടെ ഫാൻ ഓഫ് ചെയ്തിട്ടുണ്ടാവില്ല, എനിക്ക് 100% ഉറപ്പാണെന്നൊക്കെ പറഞ്ഞു അയാള് പിന്നെയും അതിന്റെ പുറകെ തന്നെ ഇങ്ങനെ തൂങ്ങിക്കൊണ്ടിരിക്കുവാണേ. ഇനി എന്തൊക്കെയായി തീരും, എങ്ങനെ ഈ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യും? നമ്മുടെ ഭവാനിയമ്മയും കനകാന്റിയും എല്ലാവരും കൂടെ അയാൾക്കടെ കാല് പിടിച്ച് പറഞ്ഞു നോക്കുന്നുണ്ട്, പ്രശ്നമൊന്നും ഉണ്ടാക്കല്ലേ, ഇനി ഒന്നും എന്താ പറയാ ഒന്നും സംഭവിക്കാതെ ഞങ്ങൾ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ സിദ്ധുവിന്റെ അച്ഛനും വിട്ടുകൊടുക്കുന്നില്ല കേട്ടോ. അയാളെ പിന്നെ അവിടെ ഇരുന്ന് ഫാൻ ഇടരുത്, ലൈറ്റ് ഇടരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുവാണ്. ഇനി എന്തൊക്കെ പുകിലായിരിക്കും ഗൈസ് നമ്മുടെ പാറമട വീട്ടിൽ ഉണ്ടാകാൻ പോകുന്നത്? ഈ പ്രതിസന്ധിയിൽ നിന്ന് നമ്മുടെ പാറമട വീട്ടുകാരെ ആര് രക്ഷിക്കും അല്ലെ? കാത്തിരിക്കട്ടോ. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.